മമതയുടെ തൃണമൂലിൻ്റെ പരാജയ കാരണങ്ങളൊന്ന് നോക്കാം. ഒന്ന്, അധികാര പ്രമത്തതയാണ്. നോക്കൂ, അധികാര പ്രമത്തത എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ എളുപ്പമാണെങ്കിലും അതിനെ വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റാരെയും വകവെക്കാത്ത ഒരു പ്രകൃതം, സ്വന്തം മന്ത്രിസഭയിലെ തന്നെ മറ്റുള്ളവരെ കേവലം ചെറിയ ആളുകളായി, ഭൃത്യന്മാരായി കാണുന്ന താൻ മാത്രം, എല്ലാം താൻ തന്നെ. കേരളത്തിൽ പിണറായി വിജയൻ എന്നതുപോലെ തന്നെ മമതാ ബാനർജി ഒരു ടീം വർക്ക് എന്ന് പറയും പുറമേ, പക്ഷേ അത് മമത തന്നെയായിരുന്നു മുഖം. ആ ഒരു അരഗൻസ്, ആ ഒരു ധാർഷ്ട്യം, ധിക്കാരം. അതേസമയം ലളിത ജീവിതം, വെള്ള സാരി, പരുത്തി സാരി, വള്ളിച്ചെരുപ്പ്, സാധാരണ ചെരുപ്പ്, ലളിത ജീവിതം, വലിയ ആർഭാടങ്ങളുള്ള മുഖ്യമന്ത്രി വസതി ഉപേക്ഷിച്ച് ചെറിയ ആ വസതി, തൻ്റെ ഒറിജിനൽ വസതി 2-3 മുറികൾ മാത്രമുള്ള ചെറിയ വസതിയിലുള്ള താമസം, ഇതൊക്കെ തന്നെ PR വർക്കിലൂടെ ഊതിപ്പെരിപ്പിച്ച് മമതയുടെ ഒരു ലാളിത്യം കാട്ടി. അതേസമയം തൃണമൂലിലെ തൻ്റെ അനുയായികളായ പലരും ആർഭാട ജീവിതം നയിച്ചു. അതൊരു ഇരട്ടത്താപ്പായി ജനം കണ്ടു. 2, ഗുണ്ടായിസം. CPM ഗുണ്ടായിസമായിരുന്നു ഒരു കാലത്ത്. 23 വർഷം തുടർച്ചയായി CPM ഭരണത്തിലിരുന്നപ്പോൾ ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടത്തിലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്തും പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാനാവാത്ത രീതിയിൽ അടിച്ചൊതുക്കുകയായിരുന്നു CPM. സമാനമായ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അതേ ഗുണ്ടകൾ തന്നെ തൃണമൂൽ പക്ഷത്തേക്ക് മാറി. ആ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മമത. ഇത് ലിറ്ററലി ശരിയാണ്.